ജനം ടിവിയിലൂടെ മറ്റൊരു ഇടപെടൽ കൂടി വിജയം കണ്ടിരിക്കുകയാണ്. കാസർഗോഡ് കൊന്നക്കാട്ടെ കുട്ടികൾക്ക് സ്കൂളിലെത്താൻ വാഹനമില്ലാത്തത് മൂലമുള്ള ദുരിതം നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയാക്കിയിരുന്നു. ഇതോടെ അവർക്ക് സ്കൂളിലെത്താൻ വിദ്യാവാഹിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാഹന സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അധികൃതർ. ജനം ഇംപാക്ട്. വിദ്യാവാഹിനി പദ്ധതി താളം തെറ്റിയതോടെ GHSS മാലോത്ത് കസബ സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികളുടെ പഠനമാണ് മുടങ്ങിയത്. ബസ് സർവീസ് ഇല്ലാത്ത അരയൻകുളം, കമ്മാടി, വള്ളിക്കുച്ചി, ദേവഗിരി, മൈക്കം എന്നിവിടങ്ങളിലെ കുട്ടികളുടെ പഠനം പിന്നീട് വീടുകളിൽ നിന്നായി. കർണാടക അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത്. അവരിലേക്കാണ് ജനം ടിവിയുടെ വാർത്ത വെളിച്ചം വീശിയത്. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് വഴി ഞങ്ങൾ മലപ്രദേശത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിദ്യാവാഹിനി എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷം ഈ വർഷം മുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജനം ടിവിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഞങ്ങൾക്ക് ആ പദ്ധതി ലഭ്യമായത്. ഈ അധ്യയന വർഷം ജൂലൈ 4 മുതലാണ് ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 3-നാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോയത്. ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അടിസ്ഥാന വിദ്യാഭ്യാസം നടപ്പിലാക്കി തന്ന ജനം ടിവിയുടെ ഇടപെടൽ വളരെ വിലമതിക്കാനാവാത്തതാണ്. നന്ദി ജനം ടിവി. വന്യമൃഗശല്യം അടക്കമുള്ളതിനാൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ രക്ഷിതാക്കളും മടിച്ചു. ഈ പ്രതിസന്ധിക്കാണ് ജനം ടിവി വാർത്തയിലൂടെ പരിഹാരമായിരിക്കുന്നത്. പട്ടികവർഗ വകുപ്പാണ് വിദ്യാവാഹിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാഹനം അനുവദിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥ മൂലം ഞങ്ങളുടെ കുട്ടികളുടെ പഠനം മുടങ്ങിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം മുടങ്ങി, ഈ വർഷം മുടങ്ങി. കഴിഞ്ഞ വർഷം ജൂലൈ 2 മാസം ഞങ്ങളുടെ കുട്ടികളുടെ പഠിത്തം പോയി. അന്നും ജനം ടിവിയുടെ റിപ്പോർട്ടിന് പ്രകാരമാണ് വണ്ടി ഓടി തുടങ്ങിയത്. അതുപോലെ തുടർച്ചയായിട്ട് 2-ാം വർഷവും ഈ വർഷവും അതിൻ്റെ മുടങ്ങി വന്നതാണ്. അപ്പം ഞങ്ങൾക്കിപ്പം ജൂലൈ 4 തൊട്ട് ജൂണിൽ പഠിത്തം പോയി ഞങ്ങളുടെ കുട്ടികളുടെ. അതായത് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഒരു 14 കുട്ടികളുടെ പ്രശ്നമാണെങ്കിൽ ഈ വർഷം ഈ ഏരിയയിൽ 350 കുട്ടികളാണ് സ്കൂളിന് ടോട്ടൽ 350 മേളുടെ കുട്ടികളാണ് ട്രൈബൽ മുഖാന്തരം ഈ വണ്ടി ആശ്രയിച്ച് ഗോത്രവാഹിനി വണ്ടി ആശ്രയിച്ച് പോകുന്നത്. ആ കുട്ടികളുടെ മൊത്തം പഠനം ഈ ജൂലൈ 4 വരെ മുടങ്ങിയിരുന്നു. ജനം ടിവിയുടെ പ്രത്യേക റിപ്പോർട്ട് പ്രകാരം, അതായത് ജനം ടിവി വാർത്ത കൊടുത്തതിന് ശേഷമാണ് ഒരു ദിവസം കൊണ്ട് തന്നെ ഇവർ ഈ പദ്ധതി പുനരാരംഭിച്ചു. അത് ജനം ടിവിക്കും ടീമിനും വളരെ നന്ദി. കാരണം വെച്ചാൽ ഈ വർഷം 300 ചില്ലറ കുട്ടികളാണ് ഈ വണ്ടിയെ മാലോത്ത് കസബയെ മാത്രം ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പോരാഞ്ഞിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള എല്ലാ വണ്ടിയും ഇതേ ജൂൺ 4 വരെ സർവീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ജനം ടിവിക്ക് നന്ദി. അറിവിന്റെ വെളിച്ചം തെളിമയോടെ കുട്ടികളിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ കുട്ടികൾ പുഴയും കാടും താണ്ടാതെ സുരക്ഷിതരായി സ്കൂളിലെത്തുന്ന സംതൃപ്തിയിലാണ് രക്ഷിതാക്കൾ. ജനം, കാസർഗോഡ്.